കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വന്നു നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ ലഭിച്ച കൃപയെക്കുറിച്ച് എനിക്ക് കിട്ടിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ മിലൻ ഡാക്സ്, എറണാകുളം ജില്ലയിലെ എലഞ്ഞിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് 2019 മെയ് 5-ാം തീയതി ഞാൻ ആദ്യമായി കുടുംബസമേതം ഇവിടെ വരികയുണ്ടായി. എനിക്കന്നിവിടെ എന്താ നടക്കുന്നത്, ഇങ്ങനെ ഉടമ്പടി നിയോഗം ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ കാലങ്ങളിൽ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഇത് ഞാനിങ്ങനെ കേട്ടിരുന്നു, കൃപാസന പത്രങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കൃപാസനം, ഉടമ്പടി, ഇതൊക്കെ ഞാൻ ബൈബിൾ വായിക്കുന്ന സമയങ്ങളിലിടയ്ക്കെല്ലാം എനിക്ക് എപ്പോഴും ഈ വക കാര്യങ്ങൾ വരുന്ന ഇതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിവിടെ മെയ് 5-ാം തീയതി കുടുംബസമേതം വന്നു. ഒരു ധ്യാനമായിരിക്കും എന്നോർത്ത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളും നിയോഗങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തു, നിയോഗങ്ങൾ എഴുതി. എനിക്കങ്ങനെ അത്യാവശ്യമായിട്ട് നടക്കേണ്ട നിയോഗങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, പിള്ളേരൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാൻ അതൊക്കെ എഴുതിയിരുന്നുള്ളൂ. ഞങ്ങളുടെ ദുശീലങ്ങൾ മാറുക, ഇതൊക്കെയായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം, ഞങ്ങൾക്കൊരു വസ്തു നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. 10 വർഷം മുന്നേ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ 2014 അമ്മ മരിച്ചു പോയി കഴിഞ്ഞ പിറ്റേ വർഷം അമ്മയുടെ പേരിലുള്ള ഒരു വസ്തു പണ്ട് കുടികിടപ്പവകാശം കൊടുത്ത ഒരാൾക്ക് തണ്ടപ്പേര് കിട്ടാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും പപ്പയും കൂടെ ഒപ്പിട്ട് കൊടുത്ത് അവരെ സഹായിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നതിന് അത് ഞങ്ങളങ്ങനെ കൊടുത്തു പോയതിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് ശേഷം പപ്പ വിൽപ്പത്രം എഴുതുമ്പോഴാണ് അറിയുന്നത് അത് ആ 10 സെൻറ്റ് ഞങ്ങൾക്ക് നഷ്ടമായിപ്പോയെന്ന്. അപ്പോൾ അത് പിന്നീട് ആരോട് ചോദിക്കുമ്പോഴും കേസ് കൊടുക്ക്, അല്ലാതെ ഇത് കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല, ഇത്രയും വർഷവുമായി അവർ ആ വസ്തു എന്ന് വിറ്റുപോയി, അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളമാരൊന്നും ഇവിടെ ഇല്ല, ഞാൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ പപ്പായിക്കും ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ മനസ്സാവാച അറിയാതെ ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം വന്നു. അപ്പോൾ എന്നോടിത് ആങ്ങളമാരൊക്കെ പറഞ്ഞു, താൻ കേസ് കൊടുക്ക്, ഇത് നടക്കണമെങ്കിൽ കേസ് കൊടുക്കാതെ ഒന്നും രക്ഷപ്പെടില്ല. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി വെച്ചപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ എഴുതിയിരുന്നു. എനിക്ക് എല്ലാം പെട്ടെന്ന് കിട്ടേണ്ട ഒരു ആവശ്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലൊന്നും അത്ര സജീവമല്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊന്നും 5:30 എണീറ്റന്ന് ചെല്ലിയിരുന്നില്ല. ഞാൻ എണീക്കുമ്പം ഞാൻ ആ പ്രാർത്ഥന ചെല്ലും, അത്രയ്ക്ക് എനിക്ക് അന്ന് വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഇതനുസരിച്ച് എല്ലാ മാസവും ഒരു ചൊവ്വാഴ്ച വന്ന് ധ്യാനം കൂടണം എന്നുണ്ടായിരുന്നു. അതിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എല്ലാ മാസവും ഞാനിവിടെ ഒന്ന് ധ്യാനം കൂടും, പോകും. എനിക്ക് നിയോഗമൊന്നും സാധിക്കാത്തതിനെക്കുറിച്ച് അങ്ങനെ എനിക്ക് നാളെ കിട്ടേണ്ട ഒരു നിയോഗം ഞാൻ എഴുതിയിട്ടില്ല. പിള്ളേരുടെ പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കണം, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ 9 മാസം വന്ന് ധ്യാനം കൂടി പൊയ്ക്കൊണ്ടിരുന്നു. എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പുകവലിശയിലൊക്കെ മാറുന്ന കാര്യത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ നടന്നില്ലല്ലോ എന്നോർത്ത് എൻ്റെ പ്രാർത്ഥന കുറവാണെന്ന് മാത്രം ഞാൻ വിചാരിച്ചു. അങ്ങനെ പോയി 9 മാസമായി. കൊറോണ വന്നു, കൃപാസനം അടച്ചു, എൻ്റെ പ്രാർത്ഥനയും ഏതാണ്ട് തീർന്നു. പിന്നീട് ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാനൊരു കൃപാസന പത്രം എനിക്ക് കിട്ടിയപ്പോൾ അതിലൊരു മനുഷ്യനെ എഴുതിയിരുന്നു, 15 വർഷമായിട്ട് ഭൂമി സംബന്ധമായ ഒരു പ്രശ്നം ഇതുപോലെ എഴുതി വായിച്ചപ്പോഴാണ് ഞാനോ ഉടമ്പടി വെച്ചിരുന്നതല്ലേ, എനിക്കത് മാതാവിന് ഇത് പ്രാർത്ഥിച്ചാൽ കിട്ടും, മാതാവല്ലാതെ എനിക്കപ്പോൾ ഈ വസ്തുവിനെക്കുറിച്ച് പിന്നീട് ആര് ചോദിച്ചിട്ടുള്ളപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, ഒരു വക്കീലിനെ കാണാൻ എനിക്ക് നേരെയില്ല, എൻ്റെ ഭർത്താവ് ഇതിനൊന്നും പോവില്ല. അപ്പോൾ അത് കാരണം ഞാൻ അത് മാതാവ് നോക്കിക്കോളും, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് തരും എന്ന് മാത്രം ഞാൻ ഏത് ഓർക്കത്തിൽ വിളിച്ചു വെച്ചാൽ ആ ഒരു കാര്യം മാത്രം. എനിക്ക് പ്രാർത്ഥന കുറവാണെങ്കിലും എനിക്ക് ഉപബോധം മനസ്സിലും ആ ഒരു ചിന്തയുണ്ട്, ഞാനിത് കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്നൊരു ചിന്തയും ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഈ വസ്തു പോകില്ല, അത് മാതാവ് തന്നോളും എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് 2022 നമ്മുടെ കൊറോണയൊക്കെ ഏതാണ്ട് കുറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഓരോ തോന്നലുകൾ, ഞാനിങ്ങനെ ഈ കൃപാസന പത്രം കിട്ടിക്കഴിഞ്ഞപ്പം മുതൽ എൻ്റെ വസ്തുവും അത് ഇതിനു വേണ്ടി ഒന്ന് നോക്കണമല്ലോ എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടായി. ഞാൻ ഈ കാശുരൂപം വെച്ച് മാത്രമാണ് ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്ത് അതിന് മുന്നേ തന്നെ എനിക്കിങ്ങനെ യൂട്യൂബ് അടിച്ച് നോക്ക്, ആധാരം, തണ്ടപ്പേര്, ഇതൊക്കെ എനിക്ക് പുതിയ വാക്കുകളായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 2 കൺസൾട്ടൻസികളെ കിട്ടി. ആ
കൺസൾട്ടൻസിയിൽ കോട്ടയത്തുള്ള ഒരാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ പഠിത്തമൊക്കെ ഉള്ളവരല്ലേ, ഒപ്പിട്ട് കൊടുത്ത സാധനം, രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്ത സാധനം നിങ്ങൾക്ക് കിട്ടും, ഇനിയെങ്കിലും അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക, വെറുതെ ഒരു കാര്യം വായിച്ച് കേൾക്കാതെ ഒപ്പിട്ട് കൊടുക്കരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ കേസ് കൊടുക്കുക, ഒരു വക്കീലിൻ്റെ നമ്പറും തന്നു, വക്കീലിനെ ബന്ധപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ വേറൊരു നമ്പർ കൂടെ കിട്ടി, ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഈ വസ്തു തിരിച്ചു കിട്ടും. അപ്പോൾ അയാൾ എന്നോട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ അയക്കാൻ പറഞ്ഞു. അയച്ചു. എന്താ ചെയ്യേണ്ടതെന്നെല്ലാം അയാളാണ് എനിക്ക്, മാതാവ് അയാളിലൂടെയാണ് പെരുമാറിയെന്ന് എനിക്ക് തോന്നി. കാരണം ഒരിക്കലും എനിക്ക് കിട്ടാത്ത ഒരു ആശ്വാസ വാക്കുകൾ ലഭിച്ചു തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു. മറ്റേത് ഞാൻ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്ത് ബോധത്തിലാണ് പോയി ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ളതാണ്. നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ എൻ്റെ പപ്പ എപ്പോഴും പറയുന്നവരുണ്ട്, നീതിയായത് നടത്തി തരണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ പപ്പായ്ക്ക് നല്ല വിശ്വാസമുണ്ട്, നമ്മൾ ഒരു തെറ്റ് ചെയ്തതല്ല, ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തിട്ട് അതിങ്ങനെ വരുന്നു എന്നുള്ളത് അതൊരിക്കലും, അപ്പം ന്യായമാണെങ്കിലും നീതിയാണെങ്കിലും അത് നടത്തി തരണം എന്ന്, അതായതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഇത് തിരിച്ചു കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഈ മലപ്പുറത്തുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ വില്ലേജിലൊരു പരാതി കൊടുക്കുക. ഞാൻ പറഞ്ഞു, ആ പരാതിയിൽ ഇതാണ് കാരണം, ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു പോയതുകൊണ്ട് ഈ വസ്തു പോയി, 10 സെൻറ്റ് ഞങ്ങൾക്ക് റെക്കോർഡിക്കലി നഷ്ടമായി, പക്ഷേ വസ്തു അവിടെ കിടപ്പുണ്ട്, ഞങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നീട് അത് വിൽക്കാനൊന്നും പറ്റില്ല, അത്യാവശ്യം നല്ല വിലയുള്ള വസ്തുവാണ്. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഉടമ്പടി എടുത്തതിൻ്റെ ധൈര്യത്തിൽ ഞാൻ വീണ്ടും, അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, നിങ്ങൾ താലൂക്കിലൊരു പരാതി കൊടുക്കുക, നിങ്ങൾക്കിത് കര അടയ്ക്കാൻ പാകത്തിന് കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ കര അടച്ചുകൊണ്ടിരുന്ന വസ്തുവാണ്, ഇപ്പോൾ എനിക്ക് കര അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പരാതിയായിട്ട് ആദ്യം പോകുമ്പോൾ തന്നെ കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശുരൂപമായിട്ടാണ് ഞാൻ ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ പിന്നീട് എനിക്ക് വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ ആയിട്ട് പോകേണ്ടി വന്നിട്ട് മാക്സിമം 5 പ്രാവശ്യമാണ് ഞാൻ പോയത്. അതിനു മുന്നേ ഞാൻ പല പ്രാവശ്യം നടന്നിരുന്നതാണ് ഈ ഉടമ്പടി വെക്കുന്നതിനൊക്കെ മുന്നേ. ഇവിടെ വെച്ചു ഞാൻ 5 പ്രാവശ്യം പോയി എന്നല്ല, ഒരു 5 പൈസ എനിക്ക് ഇതിനു വേണ്ടി ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോൾ പോകുമ്പോഴും കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശുരൂപ എടുത്ത് എൻ്റെ കയ്യിൽ വെക്കും, ഒരു പത്രവും കൂടെ ഞാൻ കൂടെ എനിക്കൊരു ധൈര്യത്തിനെടുത്ത് വെക്കും. ഇത്രയും ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിക്കും. ഇത് ചെയ്ത് എനിക്കിത് 2023 ജൂണിൽ ഈ വസ്തു, അതായത് 22 ഒരു പകുതിയായപ്പോഴും ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത്. 14 നഷ്ടപ്പെട്ട വസ്തുവാണ്, 22 ഞാൻ ശ്രമിച്ചു തുടങ്ങി. എനിക്ക് ആ ജൂൺ മാസം എനിക്ക് ഈ സാധനം കിട്ടി. ഇപ്പോഴും എൻ്റെ ഒരു പേരപ്പനൊക്കെ വർഷങ്ങളായിട്ട് ഈ വസ്തു സംബന്ധമായിട്ട് നടക്കാത്ത കാര്യങ്ങൾക്ക് നടക്കുന്നത് ഞാൻ കാണുന്നതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ധൈര്യമാണ്, കൃപാസന മാതാവിൻ്റെ ഉറപ്പിലാണ് എനിക്ക് ഒരു ഇത് കിട്ടിയതെന്നുള്ളത്. പിന്നീട് ഞാൻ അതിന് നന്ദി പറയാൻ ഇവിടെ എത്തിയില്ല, കാരണം ഞാൻ ആ സമയത്തൊന്നും പുതുക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്ദി വരാൻ പറ്റാഞ്ഞതുകൊണ്ട് 2024 ആയപ്പം ഞാൻ വീണ്ടും ഇവിടെ എത്തി. അന്ന് ഞാൻ വന്ന് വീണ്ടും എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഉഴപ്പിപ്പോയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വീണ്ടും ഒരു ഉടമ്പടി എടുത്തു പുതുക്കുന്നതിന് വരും. അതിൽ വെച്ച നിയോഗങ്ങളിൽ എൻ്റെ കുട്ടികളുടെ പഠനം, വിദേശ പഠനങ്ങളും, അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ പുകവലിശീലം. ഭർത്താവ് വർഷങ്ങളായിട്ട് ഏതാണ്ട് 30 വർഷത്തോളം പുകവലിശീലം ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇന്ന് വരെ ഒറ്റ സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, ഞാൻ വെറുതെ നിന്നോട് പറഞ്ഞതാ, പലപ്പോഴും പറയും ഞാൻ നിർത്തുവാന്ന് പറയും. ആ ഒരു ഒക്ടോബറിൽ ഞാൻ കഴിഞ്ഞ 24 ജൂൺ മാസം രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിലൊക്കെ എനിക്ക് ഭയങ്കര മാനസിക വിഷമമുണ്ടായിരുന്നു ഭർത്താവിൻ്റെ പുകവലി കാരണം. ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നവംബറിൽ എന്നോട് ഭർത്താവ് വന്ന് പറഞ്ഞു, നാളെ മുതൽ ഞാൻ വലിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. എന്നിട്ട് പിന്നീട് ഭർത്താവിന് സാധാരണ വലി നിർത്തിയാൽ ഒരാഴ്ചത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. ഭർത്താവ് ആ ആഴ്ചകളിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. എന്നിട്ട് പിന്നീട് എന്നോട് ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞ് പറഞ്ഞു, ഇത്തവണ എന്താണെന്നറിയില്ല, വലി നിർത്തിയിട്ട്, ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞതാ, എന്നാലും വലി നിർത്തിയിട്ട് ഞാൻ ഒരു സിഗരറ്റ് കൂടെ മേടിച്ച് നോക്കി, പക്ഷേ വലിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആ സിഗരറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, ഡാക്സ, അത് നമ്മുടെ കഴിവല്ല, അത് മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് അന്ന് ഞാൻ പറഞ്ഞു. മാതാവിൻ്റെ ഒറ്റ കൃപയാണ് ഞാൻ ഈ ഒരു കാര്യം എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിന് എപ്പോഴും തൈലം പുരട്ടി ചുണ്ടയിൽ പുരട്ടുമായിരുന്നു, നെറ്റിയിൽ പുരട്ടുമായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഇങ്ങനെ, പിന്നെ ഞാൻ വലിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും ഞാൻ എപ്പോഴും തൈലം പുരട്ടി കൊടുത്ത് പോകും. കാരണം തോന്നരുതേ എന്ന് വിചാരിക്കാനായിട്ട് നേർച്ച വസ്തുക്കൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ കയ്യിലും കാശുരൂപമൊക്കെ കൊടുത്ത് ആണ് എപ്പോഴും വിട്ടുകൊണ്ടിരുന്നത്. എനിവേ എൻ്റെ ഭർത്താവിൻ്റെ പുകവലിശീലം അങ്ങനെ മാറിക്കിട്ടി.
പിന്നെ എൻ്റെ മോളുടെ ജോലി സംബന്ധമായ ഒരു കാര്യമായിരുന്നു. മോള് ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം, മാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് മോൻ പോയത്. അപ്പോൾ ഇനി മാസ്റ്റേഴ്സിന് പോകണോ അതോ ജോലിക്ക് കയറണോ, ഏതാ വേണ്ടതെന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് എന്നോട് പറയുക പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് ഏത് വഴിയാണ് ഞാൻ നടക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനായിട്ട് നീ മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറയായിരുന്നു. അങ്ങനെയൊക്കെ അവൾ ഒരു ദിവസം ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു മാസം പഠിത്തം കഴിഞ്ഞ് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ജോലിക്കുള്ള ഇത് വന്നിട്ടുണ്ട്, ഓഫർ വന്നിട്ടുണ്ട്, ഇതെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൻ്റെ ഇത് കേട്ടോണ്ടിരിക്കുക, സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ്, അടുക്കളയിൽ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവൾ ഇതിങ്ങനെ ഓടി വന്നൊരു ഇതുപോലെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിനക്ക് മിക്കവാറും ഇത് ഉറപ്പാണ്, നീ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഞാൻ മോള് പറഞ്ഞോളും. എൻ്റെ പേര് മിൻറ്റ. ഞാനിപ്പോൾ HR ആയിട്ട് വർക്ക് ചെയ്യുക ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുള്ള, പക്ഷേ ഇൻ്റർവ്യൂ ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്ത് ചെന്നു. അമ്മ തന്നുവിട്ട കാശിരൂപവും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ കയറിയത്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ കയറിയിട്ട് അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും മാത്രമാണ് ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, ഇത് മാതാവ് പ്രവർത്തിക്കുന്ന അത്ഭുതമാണ്. കാരണം വേറെ ആർക്കും, ഞാൻ പുറത്തിറങ്ങി ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു, ഒരു 100-200 പിള്ളേരോളം അന്ന് അവിടെ പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്ലേസ്മെൻറ്റിന് പോലും കൊടുത്തിട്ടുണ്ടായില്ല, അല്ലാതെ വന്ന് എനിക്കൊരു ഓഫറായിരുന്നു. അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് മാത്രമേ അങ്ങനെ പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ്, ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇത് മാതാവിൻ്റെ അത്ഭുതമാണ്, കാരണം വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും പേര് മത്സരിച്ചൊരു ജോലിക്ക് വേണ്ടിയിട്ട് 4 പേരിൽ ഒരാളായിട്ട് കയറാൻ എനിക്കും സാധിച്ചു. അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ ഞാൻ സഹായിക്കും. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേർക്ക് പഠിപ്പിക്കാനായിട്ട് അവരുടെ പേരൻസിനെ സഹായിക്കാറുണ്ട്. പിന്നെ ആധ്യാത്മിക ഇത് ബൈബിൾ 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കണം എന്നുള്ള ഒരു നിയോഗത്തിലാണ്. പിന്നെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത്, ദേഷ്യം പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അരിശപ്പെടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു, അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന കാണുന്ന കാര്യങ്ങളിൽ ഈ കഴിഞ്ഞ 50 നോയമ്പിൽ അത് എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. എൻ്റെ ഭർത്താവും പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ അത്ര താല്പര്യരല്ല വീട്ടിലുള്ളവർക്ക്. അപ്പോൾ ഈ 50 നോയമ്പിൽ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന കാണുന്നതിൽ എന്നേക്കാൾ ഉത്സാഹം എൻ്റെ ഭർത്താവും കാണിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്. പത്രം എല്ലാ മാസവും പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്.